33 വർഷങ്ങൾക്ക് മുൻപ് രണ്ട് ഇതിഹാസങ്ങൾ ഒരുമിച്ചപ്പോൾ പിറന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമാണ്. ആ ഇതിഹാസങ്ങൾ മറ്റാരുമല്ല, രജനീകാന്തും മണിരത്നവും. ഇവർ ഒരുമിച്ചപ്പോൾ പിറന്ന സിനിമയുടെ പേര് ദളപതി. ഇപ്പോഴിതാ 33 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇരുവരും ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടാണ് സിനിമാ ലോകത്ത് നിന്ന് എത്തുന്നത്. രജനീകാന്തിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനം നടക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. 1991 പുറത്തിറങ്ങിയ ദളപതിയായിരുന്നു ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം. മഹാഭാരതത്തിലെ കർണ ദുര്യോധന സൗഹൃദത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ സിനിമയിൽ സൂര്യ എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിച്ചത്. മമ്മൂട്ടിയും സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഇരുവർക്കും പുറമെ അമരീഷ് പുരി, ശോഭന, ഗീത, അരവിന്ദ് സ്വാമി, ഭാനുപ്രിയ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ഇളയരാജയായിരുന്നു സിനിമയ്ക്ക് സംഗീതം ഒരുക്കിയത്. ഇരുവരും അവസാനമായി ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു ദളപതി എന്ന പ്രത്യേകതയുമുണ്ട്. അതേസമയം ഇപ്പോൾ ഇരുവരും അവരവരുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ തിരക്കിലാണ്. രജനീകാന്തിനെ നായകനാക്കി TJ ജ്ഞാനവേൽ രചിച്ച് സംവിധാനം ചെയ്ത വേട്ടയാന്റെ തിരക്കിലാണ് ഇപ്പോൾ രജനീകാന്ത് ഉള്ളത്. നായികയായി മഞ്ജു വാര്യർ എത്തുന്ന ചിത്രം വമ്പൻ ഹിറ്റ് ആകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. സിനിമയിലെ മനസ്സിലായോ എന്ന ഗാനം മഞ്ജു വാര്യറിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. മിനിറ്റുകൾക്കകമാണ് ഗാനം ആരാധകർ ഏറ്റെടുത്തത്. മലയാളികളും ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് സൂപ്പർ സ്റ്റാറിന്റെ ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 6 മുതൽ സിനിമയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 10-നാണ് സിനിമയുടെ റിലീസ്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ അല്ലിരാജ നിർമ്മിച്ച വേട്ടയാൻ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ശ്രീഗോകുലം മൂവീസ് ആണ്. അതേസമയം ചിത്രത്തിനായി രജനീകാന്ത് വാങ്ങിയ പ്രതിഫലവും ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. രജനീകാന്ത് 100 കോടി മുതൽ 125 കോടി വരെ പ്രതിഫലം വാങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. കോയിമോയ് എന്ന വെബ്സൈറ്റാണ് താരങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ 7 കോടിയും മഞ്ജു വാര്യർ 2.5 കോടി മുതൽ 3 കോടി രൂപ വരെയുമാണ് പ്രതിഫലം വാങ്ങിയതെന്നാണ് റിപ്പോർട്ട്. 2 കോടി മുതൽ 4 കോടി വരെയാണ് ഫഹദ് ഫാസിലിന്റെ പ്രതിഫലമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം കമൽഹാസനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രമായ തഗ് ലൈഫിന്റെ പണിപ്പുരയിലാണ് മണിരത്നം ഇപ്പോൾ ഉള്ളത്. 7 വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന സിനിമയാണ് ഇത് എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ചിമ്പു, ജോജു ജോർജ്, തൃഷ, അഭിരാമി, ഐശ്വര്യ ലക്ഷ്മി, നാസർ, അശോക് സെൽവൻ, അലി ഫസൽ, പങ്കജ് ത്രിപാഠി, ജിഷു സെൻഗുപ്ത, സാനിയ മൽഹോത്ര, രോഹിത് ഷറഫ്, വയ്യാപുരി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കമൽഹാസന്റെ രാജ് കമൽ ഫിലിംസിനൊപ്പം മണിരത്നത്തിന്റെ മദ്രാസ് ടാക്കീസും ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജെയിന്റ് മൂവീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്തായാലും ഈ 2 സിനിമകളുടെ തിരക്കുകൾക്ക് ശേഷം സിനിമാ ലോകം കാത്തിരിക്കുന്ന ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.